ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഹെയർ കെയർ ചാലഞ്ചിന്റെ 4ാമത്തെ ദിവസമായ ഇന്ന് ഞാൻ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്ന മറ്റൊരു പാക്കുമായിട്ട് വന്നിരിക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇഞ്ചി കഷ്ണം ആവശ്യമുണ്ട്. അത് ഞാൻ ചെറിയ പീസാക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. കോക്കനട്ട് ഓയിൽ വേണം കേട്ടോ. ഇതുപോലെ ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഇത് അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. അപ്പം ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണ്ട. നമുക്ക് ഇതിൻ്റെ പ്യുവർ ജ്യൂസാണ് വേണ്ടത്. ഇഞ്ചിയുടെ പ്യുവർ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇത് ഏകദേശം 2 ടീസ്പൂൺ ഇഞ്ചി ജ്യൂസ് ഉണ്ടായിരിക്കും കേട്ടോ. ഇഞ്ചി ജ്യൂസ് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും എളുപ്പം. ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ വേണം നമുക്ക് ഇഞ്ചിനീര് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ച് കൊടുക്കാതെ തന്നെ നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചിനീര് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ്. എന്നിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിനീരും ഓയിലും കൂടെ മിക്സ് ആവാനായിട്ട് നല്ല പാടാണ്. നമ്മളത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ മുടി വൈഡ് കോംബ് ഉപയോഗിച്ച് ചീകി വൃത്തിയാക്കി പകുപ്പെടുത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഹെയറിലല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, സ്കാൽപ്പിലാണ്. ഇവിടെ എൻഡിൽ നിന്ന് തുടങ്ങി റൂട്ട് വരെ നല്ല വൃത്തിയായിട്ട് ചെടകളഞ്ഞ് എടുക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഡേ 3ലെ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ദിവസം റെസ്റ്റ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ അടുത്ത പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഞാൻ ഒന്നിടവിട്ട് ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ എന്നെ പോലെ ഒന്നിടവിട്ട് ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ഈ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലാതെ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ദിവസം പാക്ക് അപ്ലൈ ചെയ്യുക, ഒരു ദിവസം നോർമൽ വാട്ടറിൽ കഴുകുക, ഒരു ദിവസം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അങ്ങനെ ചെയ്തു പോകാം. അപ്പം നമ്മൾ നോർമൽ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിൽ തലയിൽ മസാജോ കാര്യങ്ങളോ ഒന്നും ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കാരണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന ദിവസങ്ങളിൽ നല്ലപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി പാക്ക് ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ പകുപ്പെടുത്ത് ആ പകുപ്പിൽ അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇഞ്ചിനീര് നമ്മുടെ മുടിവേരുകളെ സ്ട്രോങ് ആക്കുന്നു. അതുകൊണ്ട് ഹെയർ ഫോൾ കുറയുന്നു. ഇഞ്ചിനീര് നമ്മുടെ സ്കാൽപ്പിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ നൽകുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ മുടി വളർച്ചയും കൂടുന്നു. ഇതിൽ ആന്റി ബാക്ടീരിയൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളതിനാൽ നമുക്ക് ഡാൻഡ്രഫ് മൂലം ഉണ്ടാകുന്ന റെഡ്നെസ്, ചൊറിച്ചിൽ, ഇറിറ്റേഷൻ കാര്യങ്ങളെല്ലാം ഇതകറ്റുന്നു. ഇഞ്ചിനീരിന്റെ കൂടെ നമ്മൾ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നത് ഇഞ്ചിനീര് കുറച്ച് ഹാർഷ് ആയതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആക്കി വെക്കുന്നതിനും കോക്കനട്ട് ഓയിൽ സഹായിക്കുന്നു. പാക്കെല്ലാം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മസാജ് കൊടുക്കുക. നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്ന കണ്ടന്റാണ് ഇഞ്ചിനീര്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ലൊരു മസാജ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ എഫക്റ്റ് ആയിരിക്കും. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഹെയർ ഗ്രോത്ത് കുറവുള്ള ഭാഗങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ ഈ പാക്ക് സ്കാൽപ്പിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിന് നമ്മുടെ ഈ മസാജിങ് സഹായിക്കുന്നു. ഇനി ഹെയർ ഒരു ലൂസ് ബണ്ണായി കെട്ടിവെച്ച് 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. ഇല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം. ഞാനിവിടെ നോർമൽ വാട്ടറിലാണ് വാഷ് ചെയ്തിട്ടുള്ളത്. ഹെയർ വാഷിന് ശേഷം ഞാൻ എൻ്റെ നനഞ്ഞ മുടി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഞാനിവിടെ ടവൽ യൂസ് ചെയ്ത് മുടിയിലെ വെള്ളമെല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം 2 പാർട്ടീഷനായിട്ട് മുടി വകഞ്ഞ് എടുക്കും. എന്നിട്ട് മുടിയുടെ എൻഡ് തൊട്ട് റൂട്ട് വരെ കൈകൊണ്ട് ചെറിയ രീതിയിൽ വലിക്കാതെ പയ്യെ ചെട കളഞ്ഞ് ഇങ്ങനെ എടുക്കും. ഹെയർ വാഷിന് ശേഷം മുടി നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതും നമ്മുടെ ഹെയർ ഗ്രോത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നനഞ്ഞ മുടി നമ്മൾ ഒരിക്കലും ചീപ്പിട്ട് വലിച്ച് ചീവി കൊടുക്കരുത് കേട്ടോ. മാക്സിമം നമ്മൾ കൈ ഉപയോഗിച്ച് ഇങ്ങനെ കോതി ഉണക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നനഞ്ഞ മുടി വലിച്ച് ചീവി കൊടുക്കുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാറുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നനഞ്ഞിരിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന സമയമാണ് സ്കാൽപ്പ്. അന്നേരം നമ്മൾ മുടി വലിച്ചു കഴിഞ്ഞാൽ അത് നേരെ മുടി ഊരി വരാൻ ചാൻസ് ഉണ്ട്. നോക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഡേ 5ലെ അടുത്ത ഹെയർ ഗ്രോത്ത് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.